ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു സങ്കടകരമായ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കറിയാം, 2 ദിവസം മുന്നേ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടി സോഷ്യൽ മീഡിയയിലാകെ വൈറലായിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നാണ് ആ രോഗത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളെല്ലാവരും ആ കുട്ടിയെ സഹായിച്ചു. ഒരു 18 കോടി രൂപയാണ് ഒരു ഡോസിനാണ് ആ മരുന്നിൻ്റെ വില. ഒരു തുള്ളി ഡോസിന് 18 കോടി രൂപയാണ്. ആ 18 കോടി രൂപ അവനിപ്പോ തികച്ചും കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പോഴത്തെ സങ്കടം എന്ന് പറഞ്ഞാല് ഇത് വേറൊന്നല്ല, നമ്മൾ കാണാതെ പോയ ഒരു കുട്ടിയും കൂടിയുണ്ട് ഈ രോഗം ബാധിച്ചിട്ടുള്ളത്. ആ കുട്ടി പെരിന്തൽമണ്ണ ആ ഭാഗത്ത് താമസിക്കുന്ന ഒരു കുട്ടിയാണ്. അവന്റെ പേര് ഇമ്രാൻ എന്നാണ്. അപ്പോൾ 6 മാസം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയാണ്, ഒരു പിഞ്ചു പൈതലാണ്. അതേ രോഗം തന്നെയാണ് അവന് ബാധിച്ചിട്ടുള്ളത്, സ്പൈനൽ മസ്കുലർ അട്രോഫി. ഈ രോഗം തന്നെയാണ് അവന് ബാധിച്ചിട്ടുള്ളത്. ഇവന് 18 കോടി രൂപ വേണം ഈ രോഗം ഒന്ന് ചികിത്സ മാറാൻ. മരുന്നിനാണ് ആ 18 കോടി രൂപ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ആ കുട്ടിയെ ഒന്ന് സഹായിക്കുക. പെരിന്തൽമണ്ണ ആ ഭാഗത്തെ ഒരു MLA ആ കുട്ടിയെ കുറിച്ച് ഒന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, വലമ്പൂർ സ്വദേശിയായ ഇമ്രാൻ എന്ന് പറയുന്ന 6 മാസം പ്രായമുള്ള കുട്ടി വളരെ ദയനീയമായ ഒരു രോഗത്തിന്, വിചിത്രമായ രോഗത്തിന് കീഴടങ്ങി ചികിത്സ തേടുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന വളരെ അപൂർവമായി ബാധിക്കുന്ന ഈ രോഗത്തിന്റെ ചികിത്സക്ക് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 18 കോടി രൂപ ചികിത്സക്ക് ചെലവ് വരുന്ന സാഹചര്യമാണ്. ഈ കുട്ടിയെ നമുക്ക് സഹായിക്കണം. ഈ കുട്ടിയുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകണം. എല്ലാ സഹായങ്ങളും ആ കുട്ടിയുടെ കുടുംബത്തിന് ലഭ്യമാക്കാൻ വേണ്ടി എല്ലാവരും മുൻകൈ എടുക്കണം എന്ന് അഭ്യർത്ഥിക്കാം. അപ്പൊ ഗായ്സ്, ആ MLA പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? നമ്മള് മുഹമ്മദിന് നമ്മൾ 10 രൂപ 5 രൂപ ഇങ്ങനെ കൊടുത്ത നമ്മൾ 18 കോടി ആക്കി കൊടുത്തു ആ കുട്ടിക്ക്. ആ കുട്ടി അതേപോലെ തന്നെ ഈ കുട്ടിക്ക് നിങ്ങൾ 18 കോടി രൂപ കൊടുക്കുക. അപ്പൊ നമ്മള് മുഹമ്മദിന് ചെയ്തു കൊടുത്ത അത്രയ്ക്കും നമ്മള് എല്ലാവർക്കും പൈസ ഉള്ളവര് 10 രൂപ 5 രൂപ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമ്മൾ എന്തായാലും 5 രൂപയെങ്കിലും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഗൈസ്, ഈ കുട്ടിക്ക് നിങ്ങൾ സഹായദാനം കൊടുക്കണം. നമ്മൾ വെറുതെ ചെലവാക്കുന്ന 1 രൂപ 50 രൂപ 100 രൂപ ഏത് പൈസ ആയിക്കോട്ടെ, എത്ര ചെറിയ പൈസ ആയിക്കോട്ടെ, 1 രൂപയാണെങ്കിൽ 1 രൂപ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം, സഹായദാനമായി കൊടുക്കാം. അങ്ങനെ നിങ്ങൾ ആ കുട്ടിക്കൊന്ന് 18 കോടി രൂപയാക്കി കൊടുക്കുക. ആ മരുന്നൊന്ന് വാങ്ങാനുള്ളൊരു പൈസ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ാണ് അവന്. അപ്പോൾ എല്ലാവരും അവനെ ഒന്ന് സഹായിച്ചു കൊടുക്കുക. അപ്പോൾ അവന്റെ പിക്ചർ കണ്ടാൽ തന്നെ എല്ലാവർക്കും ഒന്ന് സഹായിക്കാൻ തോന്നും. അത്രയ്ക്ക് ഒരു ചെറിയ കുഞ്ഞാണ് അവന്. ആ കുട്ടി വെന്റിലേറ്ററിലാണ് ഇപ്പോൾ കിടക്കുന്നത്. വലിയ സീരിയസ് ആയിട്ടാണ് ആ കുട്ടി വെന്റിലേറ്ററിൽ കിടക്കുന്നത്. എല്ലാവരും ഓർക്കുക, ഒരു പിഞ്ച് പൈതലാണ് ആ കുട്ടി. അപ്പോൾ എല്ലാവരും ആ കുട്ടിയെ ഒന്ന് സഹായിക്കുക. അപ്പോൾ നമ്മൾ എത്രയേ പൈസ നമ്മൾ അതിനും ഇതിനൊക്കെയായിട്ട് ചെലവാക്കുന്നുണ്ട്, വെറുതെ ചെലവാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പൈസ ആണെങ്കിൽ 1 രൂപ ആണെങ്കിൽ നിങ്ങൾ അവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ആ കുട്ടി അത്രയ്ക്കും വേദനകരാണ് ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. അതിന്റെ വേദന ഒന്ന് പറയാൻ പോലും അതിനെ കഴിയുന്നില്ല. 6 മാസം പ്രായമായിട്ടുള്ളൂ. പറയാനൊന്നും സംസാരിക്കാനും കൂടി കരച്ചില്, അതിന്റെ ഒരു വിഷമം അതൊന്നും കൂടി പറയാൻ പറ്റില്ല. ഒരു കരയാനും കൂടി വയ്ക്കുന്നില്ല. അതിനൊന്നും ആവാൻ പറ്റില്ല. നമ്മളെ പോലെ ചുണ്ടാനക്കാരൊന്നും പറ്റില്ല. ഇമ്രാൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഉപ്പ ഹൈക്കോർട്ട് വരെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ സമീപിച്ചിട്ട് പോലും ആ കുട്ടിയുടെ ഉപ്പാക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ആ ഇമ്രാൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഉപ്പാക്ക് അവിടുന്ന് ഒന്നും ഒരു സഹായദാനം ലഭിച്ചിട്ടില്ല. ഇമ്രാൻ എന്ന് പറഞ്ഞ കുട്ടിയെ എല്ലാവരും ഒന്ന് സഹായിക്കുക. മുഹമ്മദ് എന്ന് പറഞ്ഞ കുട്ടിയെ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് അവനെ സഹായിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഈ കുട്ടിയെയും സഹായിക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഒരു ചെറിയ കുട്ടിയെ പോലെ ഈ കുട്ടിയെയും കാണുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിനെ സഹായിക്കാം, സഹായം ദാനം കൊടുക്കാം. ഇപ്പൊ
എല്ലാവരും ഈ വീഡിയോ ഒന്നല്ല, എല്ലാവർക്കും ഗ്രൂപ്പിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ കുട്ടിയെ സഹായിക്കാനുള്ള അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും ഇതിലൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ സഹായിക്കാൻ എല്ലാവരും സഹായിക്കുക. ഞാനിപ്പോൾ സഹായിക്കാൻ മനസ്സുള്ളവർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങള് നിർബന്ധമായി നിങ്ങൾ ഈ കുട്ടിയെ സഹായിക്കുക. എവിടുന്നാലും ആ കുട്ടിക്ക് ഒന്ന് പൈസ കൊടുക്കുക. എന്തായാലും 10 റുപ്യെങ്കിൽ 10 റുപ്യ. അപ്പോൾ ഈ കുട്ടിയുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ വീഡിയോ തന്നെ കൊടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇമ്രാൻ എന്ന് പറയുന്ന ഈ കുട്ടിയെ നിങ്ങൾ എല്ലാവരും സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ.